അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. ഭാവിയായ മനുഷ്യനു വേണ്ടി പറുദീസ തുറന്നതാ ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ വലിയവനായ ദൈവം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ 156 എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുകയാണല്ലോ. കർത്താവിന്റെ ദാസൻ തോമസ് എബ്രാഹിം ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. നമുക്കെല്ലാവർക്കും കർത്താവിന്റെ ദാസനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കും. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് പതിവ് പോലെ ഈ ശനിയാഴ്ച സൂമിൽ കൂടി ഒന്നിച്ച് കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കാൽവറിനാഥത്തിന്റെ ഈ 156 എപ്പിസോഡിൽ കൂടി കർത്താവെ, ഇന്ന് അനേകർക്കും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും പ്രബോധനവും കേൾക്കുവാൻ തക്കവണ്ണം കർത്താവിടെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമില് കൂടിയിരിക്കുന്നവരും ഇനി കേൾക്കുവാനിരിക്കുന്നവരുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് കർത്താവെ, സാക്ഷ്യത്തിനായിട്ട് വന്നിരിക്കുന്ന പ്രിയ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് സൈമൺ പീറ്ററിനെ അവിടുത്തെ കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ആവശ്യമായ ദൈവകൃപ നൽകുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിന്റെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സന്തോഷ് ബ്രദറിനെയും റോയ് ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും വരുന്ന നാളുകളിൽ അവർക്ക് അധികമായി നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ ദൈവകൃപ നൽകണമേ. ഞങ്ങളെല്ലാവരും കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നവരും കർത്താവിൽ സന്തോഷിക്കുന്നവരുമായിരിക്കാൻ ഈ അന്ത്യകാലത്ത് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കലാപങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്ന ഈ കാലത്ത് കർത്താവെ, ഞങ്ങൾ ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനും കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നവരുമായിരിക്കാൻ നീ ഞങ്ങളെ അധികം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകളിലൂടെ ഞങ്ങളെ സഹായിക്കുന്ന പ്രിയ സഹോദരൻ ജെയിംസ് കൊണ്ടന്തറയെ അവിടുത്തെ കരങ്ങൾ പരിമേൽപ്പിക്കുന്നു. ആവശ്യമായ ദൈവകൃപ നൽകണമേ, സഹായിക്കണമേ. കർത്താവെല്ലാറ്റിലൂടെയും മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിലൂടെ ഞങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു അച്ചായ. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 156 എപ്പിസോഡിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 155 എപ്പിസോഡുകളും നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി. അതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. അത് അനേകരുടെ ജീവിതത്തിൽ നിന്ന് സാക്ഷ്യങ്ങളിലൂടെ അറിയുവാനിടയായി ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡും ഇന്ന് രാത്രിയിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകുന്നതിന് വേണ്ടി നാം എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ചത് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് RS സൈമൺ പീറ്റർ തേനിയിൽ, ആണ്ടിപ്പെട്ടി തേനിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസനാണ്.
പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആ നോട്ടീസിൽ ഒരു ഹെഡിങ് ഇട്ടിരുന്നു, ഒരു മുൻ നക്സലൈറ്റിന്റെ അനുഭവ സാക്ഷ്യം. കർത്താവിനെ അറിഞ്ഞ ആ വലിയ സാക്ഷ്യത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ കാൽവരിനാഥത്തിന്റെ മിനിസ്ട്രിയിലേക്ക് എല്ലാ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് രാത്രിയിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്തറ അവറുകളാണ്. പിന്നണിയിൽ പ്രിയ കർത്താവിന്റെ ദാസൻ ബിന്നി മാത്യു ബ്രദറുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ എല്ലാ പ്രാർത്ഥനയോടും കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരാം. ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് എന്റെ നറേഷനുമായിട്ട് കർത്താവിന്റെ ദാസൻ ജെയിംസ് ആൻഡ് ടീമിനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കർത്താവിനെ മഹത്വം. വീണ്ടും കാൽവരിനാഥം മിനിസ്ട്രിയുടെ ഇപ്രകാരമുള്ളൊരു എപ്പിസോഡിൽ എനിക്കും വീണ്ടും കഴിഞ്ഞ ശനിയാഴ്ചയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നും ഇങ്ങനെ ആയിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ച വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി കരയേറ്റുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ റോയിച്ചാനോടും പ്രിയ സന്തോഷ് ബ്രദറിനോടും ചേർന്ന് ഒരു കുടുംബാംഗത്തെ പോലെ എനിക്കും ഇപ്രകാരം ഈ മിനിസ്ട്രിയിലായിരിക്കാനായിട്ട്, ഈ പ്രിയപ്പെട്ടവരോടുകൂടി ആയിരിക്കാനായിട്ട് കർത്താവ് സഹായിക്കുന്നു, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ നൽകി തന്നു. നാം ആയിരുന്ന സ്ഥാനങ്ങളിൽ കണ്ണിലെ കൃഷ്ണനെ പോലെ നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മളെ കാത്ത കർത്താവ് എത്രയോ നല്ലവൻ, എത്രയോ വല്ലഭൻ. തനിക്ക് ഈ ലോകത്തിലുള്ളത് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് ആശ്വസിപ്പാൻ, എനിക്ക് പ്രത്യാശിപ്പാൻ, എനിക്ക് എൻ്റെ സമ്പത്താകുന്ന കർത്താവ് എനിക്കുണ്ട്. ലോകത്തിൽ ഞാൻ ദുഷികൾ, നിന്ദകൾ അനുഭവിക്കേണ്ടി വന്നാലും എനിക്ക് പ്രത്യാശിപ്പാൻ എനിക്കൊരു കർത്താവുണ്ട്. ഇന്ന് കർത്തസന്നിധിയിൽ വിശ്രമിക്കുന്ന PV തൊമ്മി എഴുതിയ ഒരു ഗാനത്തിൻ്റെ 2 അടി പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്, അങ്ങല്ലാതെ ഭൂമിയിൽ എനിക്ക് ആഗ്രഹിപ്പാൻ വേറെ ആരുമില്ല. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടം ആകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഈ ഗാനരചയിതാവ് ഇപ്രകാരം പറയുന്നു: കർത്താവെ, എനിക്ക് ആശ്വസിപ്പാൻ എനിക്കൊരു സങ്കേതമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും എനിക്ക് ആശ്രയിപ്പാൻ, എനിക്ക് മുട്ടുവാൻ ഒരു വാതിൽ എനിക്ക് മുമ്പുണ്ട്. എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു വാതിൽ എനിക്ക് വേണ്ടി എൻ്റെ മുമ്പിലുണ്ട്. ആ വാതിൽ ഒരിക്കലും അടഞ്ഞു പോകുകയില്ല. എൻ്റെ തല ചായ്പാൻ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മാർവിടമുണ്ട്. ആ യേശുവിൻ്റെ മാർവിൽ ചാരിക്കൊണ്ട് ഒരിക്കലും വറ്റിപ്പോകാത്ത പാനപാത്രം എൻ്റെ മുമ്പിലുണ്ട്. ആ മാർവിൽ ചാരിക്കൊണ്ട് ദാഹം തീർക്കുന്ന ജീവനദിയിൽ നിന്ന് ഞാൻ കുടിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞാനായിരിക്കും. എത്രയോ പ്രത്യാശാജനകമായിട്ടുള്ള വരികളാണ്. എന്നെ നടത്തുന്ന, എന്നെ നയിക്കുന്ന ആ കരം ഒരിക്കലും അത് കുറുകായി പോയില്ല. അവൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു കാത്, എനിക്ക് വേണ്ടി എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു കാത് എന്നേക്കുമായിട്ട് തുറന്നിരിക്കുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ, ഞാൻ ഹല്ലേലൂയ പാടിയിടും. ആ ബലത്താൽ ഞാൻ മുമ്പോട്ട് നടക്കും. ആ കർത്താവിൻ്റെ ഇൻപസ്വരം കേട്ടുകൊണ്ട് എൻ്റെ ഈ മരുഭൂയാത്ര ഞാൻ ചെയ്യും. എന്നെ നടത്തും ആ പൊന്നുകരമോ. പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും പറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും
ഒരു നാളും പറ്റിപ്പോകില്ല. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേൽ ഹല്ലേലൂയ പാടിയിടും. താങ്ക് യു സോ മച്ച്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഹൃദ്യമായ രണ്ട് ഗാനങ്ങൾ. പ്രിയദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും കർത്താവിന്റെ ദാസിൽ നിന്ന് കേട്ട ആ ഗാനം വളരെ അനുഗ്രഹീതമായ ഗാനങ്ങളായിരുന്നു. ദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനവധിയായി ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിയ സൈമൺ പീറ്റർ, ഒരുപാട് കർത്താവിന്റെ ദാസിനെ കുറിച്ച് പറയാനുണ്ട്. സത്യത്തിൽ ഒരിക്കലും അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് ഇരിക്കേണ്ടുന്ന ഒരാളല്ല. ചെന്നൈയിൽ ഒരു നാടക സംവിധായകന്റെ മകനായി ജനിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൂടെയും അനവധി കടന്നുപോയ ഒരു വ്യക്തി. പലതവണ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി, ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് പല തെറ്റായ ഗ്രൂപ്പുകളിലേക്ക്, നാം കേട്ടതുപോലെ നക്സലൈറ്റ് ഗ്രൂപ്പുകൾ പോലെയുള്ള ഗ്രൂപ്പുകളിലേക്ക് അകപ്പെട്ട് ജീവിതം തകരുവാൻ ആരംഭിച്ച നിമിഷത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് കടന്നു വരികയും കർത്താവ് തന്നെ ഉപയോഗിക്കുകയും നാളെ ഇതുവരെ ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ കർത്താവ് ശക്തിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ. ഇന്ന് തന്നിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നാമ്പുറത്തിന്റെ ആ പഴയ അധ്യായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഇന്ന് താൻ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ മഹാത്മ്യം തന്റെ നാവിലൂടെ നമ്മെ അറിയിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സമയമാണ്. പുറകിലുള്ള അനുഭവങ്ങളെ കുറിച്ചല്ല നാം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ദൈവം തന്റെ ദാസന്മാരെ, മക്കളെ വിളിക്കുന്ന, ഉപയോഗിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ രൂപാന്തരത്തെ, ആ മാറ്റത്തെ, താൻ ആരായിരുന്നുവെന്നും ഇന്ന് ആരായിരിക്കുന്നു എന്നും നാളെ ദൈവം തനിക്ക് തന്നിരിക്കുന്ന സന്തോഷത്തിന്റെ പ്രത്യാശ എന്താണെന്നും കർത്താവിന്റെ ദാസിലൂടെ കേൾക്കുവാനുള്ള അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ്. ഒരേ കർത്താവിന്റെ ദാസിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയുള്ള ഏതാണ്ട് 8:40 വരെയുള്ള സമയം കർത്താവിന്റെ ദാസന് തന്റെ ജീവിത അനുഭവങ്ങളും
ഒടുവിൽ ചില മിനിറ്റുകൾ ഒരു ചെറിയ ആലോചനയും ദൈവികമായ ചിന്തയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കൽവാരിനാഥം പാറാവായികളോട് ദൈവനാമത്തില് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സഹോദരൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിപ്പാണോ ഈ ദൈവവചനോ പറയാനുള്ള യാതൊരു അർഹതയും എനിക്കില്ലായിരുന്നു. അത്രയ്ക്ക് കഴിഞ്ഞകാല ജീവിതം വളരെ മോശമായ നിലയിലായിരുന്നു. ദൈവത്തിന്റെ കൃപ നേരിട്ടുള്ള ദൈവ മക്കളിൽ കൂടിയിട്ടാണ് അത് അനുഭവിപ്പാൻ ഇടയായി. എൻ്റെ പേര് സൈമൺ പീറ്ററാണ്. ഞാൻ മദ്രാസിലാണ്, ചെന്നൈയിൽ ജനിച്ചു. 1950 എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും കല്യാണം മാരേജ് ആയത്. പക്ഷെ 18 വർഷം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരുടെ 18ാമത് വർഷം കല്യാണത്തിന് 18 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ചേട്ടൻ ഉണ്ടായത്. ചേട്ടൻ കുറച്ച് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സഹോദരനായിരുന്നു. എന്നാൽ 20ാമത് വർഷം, അത് കഴിഞ്ഞ് 2 വർഷം ശേഷം, അവരുടെ കല്യാണത്തിന് 20 വർഷം ശേഷമാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ഞാൻ ജനിച്ച 4-ാം മാസം തന്നെ എൻ്റെ അമ്മ മരിച്ചു. ഞാൻ 4 മാസം പൊടിക്കുഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ RC ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ചെന്നൈയിലെ തോമസ് ലീഗ അവിടെ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് തന്നെ ആക്കി. ആ പൊടിക്കുഞ്ഞായിരുന്നപ്പോൾ അവിടെ വളർത്താൻ പറ്റാതെ കൊണ്ട് അപ്പയ്ക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ മലയുടെ മുകളിൽ നിന്ന് ഒരു 3 കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴുന്നു. അത് 2 മരിച്ചു, ഞാൻ ഒരാൾ മാത്രം കുറെ പേർക്കുകളേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ അവർ പറഞ്ഞു മെഡിക്കലിനെ രക്ഷിച്ചു. എന്നാൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ദൈവത്തിന്റെ കൃപയായിരുന്നു. ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു, വീട്ടിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് അപ്പ എന്നെ വളർത്താൻ വേണ്ടി അപ്പ വീണ്ടും ഒരു കല്യാണം കഴിച്ചു, 2ാം കല്യാണം. എനിക്ക് 2ാമത് അമ്മ വന്നു. കുറച്ച് ദിവസം വളരെ കാര്യമായിട്ട് ഞങ്ങൾ പരിപാലിച്ചു. എന്നാൽ അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു, പിന്നെ മരിച്ചു അത് 2. പിന്നെ വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു, ഒരു പെൺകുഞ്ഞ്. അത് വളർന്നു വന്നപ്പോൾ ഞങ്ങളെ അവർ അത്ര കാര്യമാക്കിയില്ല. വളരെ ക്രൂരമായിട്ട് പെരുമാറുമായിരുന്നു. വീട്ടിൽ എല്ലാ ജോലിയും ഒരു തവി ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. എൻ്റെ അപ്പ എന്ന് പറഞ്ഞാൽ മദ്രാസിൽ നല്ല അറിയപ്പെടുന്ന തറവാട്ടിലുള്ള ജനിച്ച ഒരു സഹോദരൻ, ഒരു അപ്പനായിരുന്നു. സ്വന്തം 10 വീടുകളുണ്ടായിരുന്നു. ഒരു നാടക സംവിധായകനായിരുന്നു. അറിയപ്പെടുന്ന ഒരു ദാസനായിരുന്നു. എന്നാൽ ഇതുപോലെ വഴി നടത്താൻ ഒരു സന്ദർഭം പുള്ളിക്ക് കിട്ടാതെ കൊണ്ട്, പുള്ളിയുടെ തെറ്റായ ജീവിത ശൈലി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. കുറെ പുള്ളി നഷ്ടപ്പെടുത്തി. ബാക്കിയുള്ളത് ബന്ധുമിത്രാദികൾ പിടിച്ചു വലിച്ച് വാങ്ങിച്ചു അപ്പനെ പുറത്താക്കി. അവസാനം എൻ്റെ അമ്മയും ഞങ്ങളും കൂടി ഒരു വാടക വീട്ടില്, ഒരു ചെറിയൊരു വീട്ടില്, ഒരു വാടക വീട്ടില് താമസിക്കാൻ തുടങ്ങി. സിനി ഫീൽഡിൽ ഉണ്ടായിരുന്ന സംവിധായകനായി ഉണ്ടായിരുന്ന അപ്പം അവസാനം സിനിമ തിയേറ്ററിൽ ഒരു സാധാരണ ജോലിക്കാരനായിട്ട് മാറി. അതുകൊണ്ട് പുള്ളി ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ വൈകിട്ട് 12 മണിക്കാണ് വീട്ടിൽ വരുന്നത്. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കും, അപ്പൊ വളരെ വർക്കത്തിലായിരിക്കും. എന്തെങ്കിലും പറയാൻ അടുത്ത് പോയാൽ നമ്മ പറയും, സ്ഥലം വിട്ടവ പറയും, അടുക്കത്. ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അപ്പ കാണിയല്ല. കാരണം ഞങ്ങൾക്ക് ഉറങ്ങിയ ശേഷം വൈകിട്ട് 12 മണിക്കാണ് അപ്പ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ഒരു 10 വരെ പഠിച്ചു. അതിന് അങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഞാൻ വീട് വിട്ട് ഇറങ്ങി. എവിടെ പോകാനാ? ബസ് സ്റ്റാൻഡിലും റെയിൽവേ കിടന്നുറങ്ങി. ആഹാരത്തിന് മാർഗമില്ല, കിടന്നുറങ്ങാൻ വഴിയില്ല. എന്ത് ചെയ്യും? ജീവിതത്തിൽ മടുപ്പ് തോന്നി. ശരി, നമുക്ക് ഈ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വെച്ചിട്ടു. വിഷം കുടിച്ചു, തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. കടലിൽ സമുദ്രത്തിൽ ചാടി, 10 പ്രാവശ്യം ചാടി. എന്നാണ് മറിയാൻ. കാരണം ദൈവത്തിന്റെ ഒരു ഉദ്ദേശം കൊണ്ട് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അന്ന് മരണമ്പോഴും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് വളരെ വിഷമമുണ്ടായിരുന്നു. പിന്നെ ഒരു തീരുമാനം എടുത്തു, മരണം വന്നില്ലെങ്കിൽ മരണത്തെ നമ്മ തന്നെ വെല്ലുവിളിക്കാൻ വെച്ചിട്ട് ഈ ഭീകര പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. ഇലങ്കയിൽ പോയിട്ട്, ശ്രീലങ്കയിൽ പോയിട്ട് അവിടെ നമ്മുടെ ഇനത്തിന് വേണ്ടിയിട്ട്
എന്തെങ്കിലും ചെയ്യുക. അപ്പൊ അവർ തന്നെ നമ്മളെ കൊന്നോളും. ചാവർപ്പടയിലൊക്കെ ചേരാനായിട്ട് താല്പര്യമൊക്കെ സംഘടിപ്പിച്ചു. അതിനു മുമ്പിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വധക്കേസ് ഉണ്ടായി. അതുകൊണ്ട് ആ പാർട്ടി നിരോധിക്കാൻ ഇടയായി. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി. പിന്നെ ഞാൻ എൻ്റെ ആധാരത്തിന് വേണ്ടിയിട്ട് പ്രസ് ജോലിക്ക് മദ്രാസിലുള്ള മിക്കവാറും എല്ലാ പ്രസ്സുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. കോൺട്രാക്ട് ബേസിൽ പണിയെടുക്കും. അന്നന്ന് കിട്ടുന്ന അന്നന്ന് തീർത്തോളും. കുടിയും വലിയും കൂട്ടുകെട്ട്, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളായിരുന്നു. അങ്ങനെ കിട്ടുന്ന സ്ഥലത്തേക്ക് ഉറങ്ങും, കിട്ടുന്ന സ്ഥലത്ത് കഴിക്കും, കുടിക്കും, അടിയും പിടിയും ബഹളവുമായിട്ട് ഒരു മടുപ്പുള്ള ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിലാണ് നക്കീരൻ എന്ന് പറഞ്ഞ ഒരു പ്രസിലെ ജോലിക്ക് കയറി. ആ നക്കീരൻ ഗോപാലാണ് വീരപ്പൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനല്ല, പുള്ളി ഒരു സന്ദനക്കടത്ത് കേട്ട് കാണുമായിരിക്കും. അതിന്റെ ഒരു ആളായിരുന്നു. ആ പുള്ളി നേരിട്ട് കണ്ട് അവരുടെ ജീവചരിത്രമൊക്കെ തന്റെ മാസികയില് അവര് അത് പ്രദർശിക്കുമായിരുന്നു. ഞാനപ്പോ അവിടെ ജോലിക്കായിരുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ വീരപ്പനെ കാണാമെന്ന് വെച്ച് ആഗ്രഹിച്ച് സത്യമംഗലം മണങ്ങളിൽ കൂടി പുള്ളിയൊക്കെ പിന്നടന്നു. എന്നാൽ അതും പരാജയപ്പെട്ടു. പോലീസെ കണ്ട തന്നെ പേടിച്ചു ഓടി വന്നു. അപ്പോഴാണ് ആൾക്കാർ പറഞ്ഞു കേരളത്തിൽ ഒരുപാട് നക്സലൈറ്റ് വിഭാഗങ്ങളുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കേരളത്തിൽ എങ്ങനെ പോകും, വണ്ടിക്കൂലിയിലല്ലോ എന്ന് വെച്ചപ്പോഴാണ് കേരളത്തിലെ കുറെ ആൾക്കാരെ ജോലിക്ക് കൊണ്ടുപോകുന്ന കോൺട്രാക്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവരുടെ കയ്യും കാലൊക്കെ പിടിച്ച് ആദ്യം ഞാൻ പോയത് എറണാകുളം ST റെഡ്ഡിയാർ, MG റോഡിലിരിക്കും ST റെഡ്ഡിയാർ പ്രസ്. അവിടുത്തെ ആദ്യത്തെ ജോലി തന്നെ എല്ലാ ഭാഷയിലും ബൈബിൾ അടിക്കുന്ന, പ്രിന്റ് ചെയ്യുന്ന, ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രസ്സാണ്. വലിയൊരു പ്രസ്സായിരുന്നു. ആ പ്രസ്സിൽ ജോലിക്കാരനാണ്. എന്നാൽ അവിടെ കൊണ്ടുപോയ ഈ കോൺട്രാക്ടുകാര് ഇവിടെ പറയുന്ന ഒരു ശമ്പളമായിരിക്കും, അവിടെ പോയി കഴിയുമ്പോൾ അവർ അടിമകളായിട്ട് നമ്മളെ പണിപ്പിക്കും. ഒരു വാക്ക് പോലും മറുപടി പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അവർ അടിയും തൊഴിയും. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്ത് തമിഴന്മാർക്ക് വേണ്ടിയിട്ട് ഒരു യൂണിയൻ അവിടെ തുടങ്ങി. അവന്മാർ സമ്മതിക്കുമോ? അടിയും പിടിയുമായി ഭയങ്കര ബഹളമായി. അവിടെ നിന്ന് പിടിച്ച് നമ്മളെ വെളിയിലാക്കി. പിന്നെ അവിടെ നിന്ന് നേരെ കോട്ടയത്ത് മനോരമയില് സബ് കോൺട്രാക്ട് ജോലിയായിരുന്നു. അവിടെയും പ്രശ്നം ഉണ്ടാക്കി. അവിടെയോ ഒരുപാട് പ്രശ്നങ്ങള്. ലെനിനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലായിരുന്നു. പകൽ സമയങ്ങളിൽ പ്രസ്സിലൊക്കെ ജോലി ചെയ്യും, വൈകിട്ട് സമയം ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് മുതലാളി വർഗത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന, അവരെ തട്ടുക, അവരെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് പല പോലീസ് കേസിന്റെ എൻ്റെ പേര് ഇപ്പോഴും ഉണ്ട്, പിടികെട്ട പുള്ളി. അങ്ങനെ ആർക്കും ഒരു പ്രയോജനമില്ലാതെ എനിക്കും മറ്റൊരു ഗുരുപ്രമില്ലാതെ ഒരു ജീവിതം നയിപ്പാൻ ഇടയായി. അതിന്റെ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ പോയി ഇനി ആ സെക്കൻഡ് സ്റ്റേജില് ഈ നാട് എന്ന് പറഞ്ഞ ഒരു പത്രത്തില് പണിയെടുത്തു. അവിടെ കർണാടകയുമായിട്ട് ഏറ്റുമുട്ടുമായിരുന്നു. കാരണം കാവേരി പ്രശ്നം ഇപ്പോൾ ഭയങ്കര വലിയ പ്രശ്നങ്ങളായിരുന്ന സന്ദർഭങ്ങളാണ്. അവരുമായിട്ട് അടിയും പിടിയുമായി. പിന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അവസാനം ഓടി ജീവിതത്തിൽ മടുപ്പ് തോന്നി. വീണ്ടും കേരളത്തിൽ തന്നെ വന്നു. ഇന്ന് തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിൽ പല പ്രസ്സിൽ ജോലി കയറി. അവസാനം എബനേസൻ എന്ന് പറഞ്ഞ കാലണ്ടർ എടുത്ത് ആ പ്രസ്സിലെ ജോലിക്ക് കയറി. അവിടെയും പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവർ പിടിച്ച് വെളിയിലാക്കി, കോൺട്രാക്ട് ബേസിലായി. അവസാനം ആ പ്രസ്സിൽ ഉണ്ടായിരുന്ന സാളമോൻ പറഞ്ഞ ഒരു സാറാണ് മുതലാളിമാരോട് ഉത്തരവാദിത്വം പറഞ്ഞ സൈമൺ കുഴപ്പമില്ലാത്ത ആളാണ്. ഇപ്പൊ ഇങ്ങനെ കാണുന്ന സൈമൺ എന്താ, ഇങ്ങനെയൊക്കെ വലിയ മിസ്റ്റേക്ക് ഉണ്ട്, എന്റെ ഫോട്ടോയ്ക്ക് സന്തോഷപ്രദം കഴിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെയൊക്കെ ഇതിലൊക്കെ ഉണ്ട് പഴയ ഫോട്ടോ. സൈമൺ പീറ്റർ കാരണം വീരപ്പന്റെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എല്ലാരെയും പേടിപ്പിച്ചു. ആളും ശരിയില്ല, മുഖം ശരിയില്ല, വേണ്ട നമുക്കെന്ന് പറഞ്ഞു. പിന്നെ സഹോദരൻ സാലമൻ സാറാണ് കുഴപ്പമില്ല ശരിയാക്കാം. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, സൈമ ക്രിസ്ത്യാനിയല്ലേ, ചർച്ചയിൽ പോകുന്നത് കണ്ടേ? പിന്നെ ഞായറാഴ്ച പോകും സ്ഥലേ എവിടെയാണ് നമുക്ക് എവിടെയാണ് ഒരു പുരുഷകാർഷണത്തിലുണ്ട് ഈശോ വിശേഷിച്ചിട്ട് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ പറയുക, പിന്നെ വെള്ളയടിക്കുക, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതല്ല ക്രിസ്തീയ ജീവിതം. നമ്മളൊരു കൂടിയവരുണ്ട് അടുത്ത് പോകും എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിട്ടു. ഞാൻ ആദ്യമായിട്ട് ആ സഭയിലേക്ക് ചെന്നു. അത് തൃശ്ശൂർ കിഴക്കേക്കോട്ടെ, പടിഞ്ഞാറക്കോട്ടെ. കിഴക്കേക്കോട്ടിലാണ് നമ്മുടെ സഭ ഉണ്ട്. പടിഞ്ഞാറക്കോട്ടെ വേറെ ഒരു സഭക്കാരാണ്, ചർച്ച് ഓഫ് ക്രിയേഷൻ പറയും, ക്രിസ്ത്യൻ സഭയാണ്.
പക്ഷെ പേര് മാത്രമേ ഉള്ളൂ സച്ച് ഓഫ് ക്രൈസ്റ്റ്. പക്ഷെ അവിടെ എല്ലാ ശുശ്രൂഷയ്ക്ക് വന്ന് നമ്മുടെ സഹോദരന്മാരാണ് ബ്രദറിനും സംഭവിച്ചിട്ട് തൃശ്ശൂരിലൂടെ കിഴക്കേ കോട്ടെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ സഭ പേരുകൾ മാത്രമേ ഉള്ളൂ. അത് പിതാക്കന്മാരുടെ കാലത്തിൽ തുടങ്ങിയത്. പക്ഷെ വരുന്നവരെല്ലാം ബ്രദർക്കാരാണ്. ആ സഭയിൽ ആദ്യമായിട്ട് ചെന്നപ്പോ ആ സഭയിലുള്ള പ്രിയപ്പെട്ടവർ മൂപ്പൻ എൽഡേഴ്സ്, അവിടെയുള്ള ബിലീവേഴ്സ് എന്നോട് കാണിച്ച ഒരു തമിഴൻ, ഒരു പാണ്ഡി, ഒരു പാവപ്പെട്ടവൻ, കൂലി പഠിച്ച്, അങ്ങനെ ആരെയാണ് മാറ്റി നിർത്തില്ല. അവരുടെ സ്നേഹവും അവരുടെ പെരുമാറ്റവും വളരെ ദൈവസ്നേഹം അതിൽ കൂടിയാണ് ഞാൻ കണ്ടുമുട്ടിയത്. കാരണം അതിനു മുമ്പ് എന്നോട് ആരും അത്ര സ്നേഹമായിട്ട് ഇടപെട്ടില്ല, എന്നോട് പെരുമാറിയില്ല, എന്നോട് സംസാരിച്ചില്ല, എന്റെ കഷ്ടപ്പാട് ആരും കണക്കിലാക്കില്ല. ആ സഭയിൽ ചെന്നപ്പോ ആ സഹോദരന്മാരുടെ സ്നേഹവും പെരുമാറ്റവും. അത് കഴിഞ്ഞ് അവരുടെ ഒരു യൂത്ത് ക്യാമ്പിലാണ് 1997 അവിടെ നടന്ന CCYയുടെ ഒരു യൂത്ത് ക്യാമ്പിൽ വെച്ച് ഈ നല്ല ദൈവത്തെ കണ്ടുമുട്ടുവാണ്. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നും എന്റെ പാവത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര ക്രൂരമായിരുന്നു, എന്നാൽ എന്നെയും സ്നേഹിപ്പാൻ എന്റെ പാവത്തിന് പരിഹാരിയായിട്ട് ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ കണ്ടുമുട്ടും. ആ നല്ല ദൈവത്തെ 1997 കണ്ടുമുട്ടി. 98 സ്ഥാനപ്പെട്ടു. 99 എന്റെ ജീവിത ശൈലി തന്നെ മാറി. ഒരു നേരം ആകാരത്തിന് മാർഗം നടന്ന ഞാൻ, എന്റെ കീഴിൽ 10-20 പേര് ജോലിക്കാരുണ്ടായിരുന്നു, ആഹാരം ഉണ്ടാക്കി തരാൻ ആൾക്കാരുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി പണിപ്പിക്കുന്ന ഒരാളായിരുന്നു. 30 വർഷത്തിന് മുമ്പ് തന്നെ മാസം 20,000-30,000 രൂപ ശമ്പളം കിട്ടുന്ന വലിയ ഒരു കോൺട്രാക്ട് ആളായിരുന്നു. ബ്രദർക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അന്ന് നമ്മളെ വഴി നടത്തിയ പൗലോസ് തുടിയൻ അങ്കിൾ, പിന്നെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അങ്കിൾ, PS തമ്പാൻ അങ്കിൾ, ജോസ് മാങ്കുടി അങ്കിൾ, കുഞ്ഞുമോൻ തോട്ടപ്പള്ളി അങ്കിൾ, ചാണ്ടപ്പിള്ള ഫിലിപ്പ് അങ്കിൾ, ഇങ്ങനെ വലിയ വലിയ ദേവദാസന്മാരുടെ പ്രസംഗം കേട്ടാണ് ഈ കട്ടീനെ എന്റെ കൃപയും തകർപ്പാൻ കണ്ടുമുട്ടുക. ദൈവം സഹായിച്ചു. എന്നിട്ട് എന്റെ ജോലി നമ്മൾ രാജിവെക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല, നമ്മൾ പോയാണ്. എന്നാൽ ദൈവം നല്ല ഒരു ജീവിതം, ഈ ദൈവത്തിനെ കുറിച്ച് ഒരു 4 പേരോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥത ഉണ്ടാകില്ല വെച്ചിട്ട് നല്ല നിലയിൽ വന്നപ്പോഴാണ് ജോലി വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് പൗലോസ് തുടിയനൊക്കെ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഇങ്ങനെ മധുര പട്ടണത്തിൽ ചെറിയ സാറുടെ ബൈബിൾ സ്കൂളുണ്ട്, സൈമൺ അവിടെ ചെന്ന് പഠിക്കുവാണെങ്കിൽ വചനം പഠിക്കുക, ദൈവവേലയ്ക്ക് അത് പ്രയോജനമായിട്ടുണ്ടാകും. അങ്ങനെ അവരുടെ അണിയൻ ജോസ് തുടിയൻ അങ്കിളാണ് എനിക്ക് കത്ത് തന്നു. കാരണം ചച്ചാകൃഷ്ണൻ പറഞ്ഞ ഇവിടെ കയറ്റിയില്ല. പക്ഷെ അവർ കരുതിയില്ലല്ലോ ഇവിടെ വന്നവരെല്ലാം ബ്രദർക്കാരാണ്. കാരണം ലെറ്റർ പേഡ് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോ, അയ്യോ ചച്ചാകൃഷ്ണക്കാരാണ് വേണ്ട ഉപദേശം. പക്ഷെ ഞാൻ ആദ്യം തൊട്ട് ബ്രദർക്കാരുടെ ഉപദേശത്തിലാണ് ദൈവവചനം ശക്തമായിട്ട് കേൾക്കുവാനും പഠിക്കുവാനും ഇടയായി. അങ്ങനെ ജോലി രാജിവെച്ചു. നേരെ മധുര ബൈബിൾ ഭവനി വന്നു. ജോൺ ചെറിയാൻ അങ്കിൾ, ജെൻ ചെറിയാൻ അങ്കിൾ ഒക്കെ പരിചയപ്പെടുവാനും അവിടെ ദൈവവചനം പഠിക്കുവാനും. പഠിത്തം കഴിഞ്ഞ് എവിടെ പോകുന്ന ഒരു പിടിത്തമില്ല. അപ്പോഴാണ് മദ്രാസിൽ കടന്നു ചെന്ന് അവിടെ നീലാങ്കാരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജ്ഞാനശേഖരൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനോട് കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഇമ്മാനുവൽ ശേഖരൻ ചെങ്കൽപ്പെട്ട് അവിടെ കുറച്ച് ദിവസം ഉണ്ട്. ഗുരുവാഞ്ചേരി, ചെങ്കൽപ്പെട്ട്, നീലാങ്കര പല സ്ഥലങ്ങളായിട്ട് നടന്നു. അപ്പോഴാണ് എൻ്റെ തൃശ്ശൂർ സഭയിൽ പെട്ട ഒരു സഹോദരി പീരുമേട്ടിൽ ദൈവവേല ചെയ്യുന്ന ഷാജഹാൻ ബ്രദറുടെ വൈഫായിരുന്നു. അപ്പൊ അവിടെ ഇഷ്ടംപോലെ തമിഴ് ആൾക്കാരുണ്ട്, തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന പീരുമേട്, വല്ലക്കടവ്, ഇടുക്കി ദേശത്ത്. ഇപ്പൊ തമിഴും ഒരുവിധം മലയാളം അറിയുന്ന സഹോദരൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും പറഞ്ഞപ്പോ ഞാൻ അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2001 അങ്ങനെ പീരുമേട്, വല്ലക്കടവ്, വാഗമൺ ആ പ്രദേശത്തൊക്കെ ദൈവവേല ഷാജഹാൻ ബ്രദറുടെ കൂടെ സഹപ്രവർത്തനമായിട്ട് പ്രവർത്തിക്കാൻ ദൈവം സഹായിച്ചു. ആ സന്ദർഭത്തിലാണ് 2002 ഓഗസ്റ്റില് തിരുവല്ലാവിലുള്ള പായ്പാട് എന്ന സ്ഥലത്ത് മിഷണറി ചാലഞ്ച് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ സംബന്ധിക്കുവാനും കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ഉള്ള ദൈവദാസന്മാരെ കണ്ടുമുട്ടുവാനും അവരുടെ സാക്ഷ്യങ്ങൾ കേൾപ്പാനും, പ്രത്യേകിച്ച് അസാമിൽ നിന്ന് കടന്നു വന്ന
MK സണ്ണി, VK സണ്ണി, പിന്നെ അന്തമാനിൽ വന്ന MK സണ്ണി, അസ്സാമിൽ വന്ന VK സൈമൺ. ഞങ്ങളുടെ സഹോദരന്മാരായിട്ട് സാക്ഷികൾ കേൾപ്പാൻ എനിക്കിനി ലോകത്തിൽ ആരില്ല. അപ്പയില്ല, അമ്മയില്ല, സഹോദരന്മാര്. എൻ്റെ മൂത്ത സഹോദരൻ ഉണ്ടായിരുന്ന അയാൾ അങ്ങോട്ടും മരിച്ചു. യാതൊരു ബന്ധമില്ല ലോകത്തിൽ. ഇപ്പൊ ദൈവത്തിനായിട്ട് ഇങ്ങനെ കണ്ണു കാണാതെ വടക്കേ ഇന്ത്യയിൽ ദൈവം വളരെ ദൂരത്തിൽ ചെന്ന് ദൈവവേല ചെയ്യാൻ ആഗ്രഹിച്ച് അവരോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ആ സഹോദരന്മാർ പറഞ്ഞു നല്ല കാര്യം, പക്ഷെ എടുത്ത് ചാടി തീരുമാനിക്കേണ്ട, ഒരു 3 മാസം പ്രാർത്ഥിക്കും, എന്നിട്ട് ഇനി സ്ഥാനപ്പെട്ട സഭയിൽ ചെന്ന് സാക്ഷി പറഞ്ഞ് അവരുടെ കെയർ ഓഫിൽ വേണം വേലയ്ക്ക് വരാനായിട്ട് പറഞ്ഞു. സ്നേഹപൂർവ്വം എന്നെ അയച്ചു. അങ്ങനെ ഞാൻ എൻ്റെ സഭയിൽ ചെന്നു. എൻ്റെ തൃശ്ശൂർ സഭയിൽ, ഞാൻ സ്ഥാനപ്പെട്ട തൃശ്ശൂർ സഭയിൽ ചെന്നിട്ട് മൂപ്പന്മാരോടെ കാര്യം പറഞ്ഞു. ദൈവവേലയ്ക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു, അന്തമാൻ അല്ലെങ്കിൽ അസ്സാമിലേക്ക് ദൈവവേല ചെയ്യാൻ. കാരണം അവിടെ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ഉണ്ടെന്ന് കേട്ടു. അവരുടെ ഇടയിൽ, കാരണം എന്നെ സ്നേഹിച്ച ദൈവം അവരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് കടന്നു വന്ന ഒരാൾ വേണമെങ്കിൽ അത് പറയാൻ, അപ്പൊ നമ്മൾ വേണം പോയി പറയാൻ ആഗ്രഹിച്ചവരോട് പറഞ്ഞു. അപ്പൊ അതിൽ പ്രധാന മൂപ്പൻ വർഗീസ് സാർ പറഞ്ഞു, സൈമ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി. അപ്പോൾ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു, സൈമ അന്തമാൻ അസ്സാമിലേക്ക് പോയി ഭാഷയൊക്കെ പഠിക്കാൻ എനിക്ക് വളരെ വർഷങ്ങൾ വേണം. ഇപ്പം തന്നെ 30 വയസ്സ് കഴിഞ്ഞു. ഈ തമിഴ്നാട്ടിൽ പോയിട്ട് ദൈവവേല ചെയ്യുന്ന അവിടെ ഒരു കുടുംബമായിട്ട് പ്രവർത്തിക്കുന്ന നന്നെന്ന് പറഞ്ഞു. ഇല്ല സാറേ, എൻ്റെ കൂട്ടുകാരൊക്കെ കൊണ്ട് ഞാൻ പോയാൽ ശരിയാവില്ല, ഒരു പിടിയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തമിഴ്നാട് ഭാഗത്തിന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേരളം അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ണു കാണാതെ അന്തമാൻ അസ്സാം വടക്കേ ഇന്ത്യയിൽ ചെന്ന് ദൈവവേല ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ പറഞ്ഞില്ല സൈമ, ആകെ പ്രശ്നങ്ങളാണ് തമിഴ്നാട്ടിൽ. എന്താ സാറേ പ്രശ്നം? അപ്പൊ അന്നത്തെ മനോരമ പത്രം എടുത്ത് എന്നെ കാണിച്ചു. അതിന്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ മതപരിവർത്തന ബില്ല് പാസ്സായി. വൈഡുമായിട്ട് ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഇങ്ങനെ മതപരിവർത്തനം ചെയ്യുന്നവർക്ക് പിടിച്ച് ഉള്ളിലാക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ജയലളിത ബില്ല് പാസ്സാക്കിയതിനുള്ള പ്രധാന വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ തീരുമാനത്തിലും ഒരു മാറ്റം ഉണ്ടായി. അന്തമാനിൽ പോകുന്നില്ല, അസ്സാമിലും പോകുന്നില്ല. ഈ ബില്ല് പാസ്സാക്കിയ മുൻ മുഖ്യമന്ത്രി ജയലളിത മണ്ഡലമായ ആണ്ടിപ്പറ്റി എന്ന സ്ഥലത്താണ് അവര് വിജയിച്ച് MLA ആയി മുഖ്യമന്ത്രിയായി. ആ സ്ഥലത്ത് ചെന്ന് ജയവേല ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ ആണ്ടിപ്പറ്റി എനിക്ക് ആരില്ല, എവിടെ പോകും, എങ്ങനെ പോകും? ഒരു മാർഗമില്ല, ഒരു വഴിയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് കേരളത്തിൽ ഒരു ഓർഫനേജുകാര്, ഇങ്ങനെ ദയാവികാർ എന്ന് പറഞ്ഞ ഒരു ഓർഫനേജുകാര് ഇങ്ങനെ വിസലപ്പറ്റിയുടെ പ്രവർത്തനമുണ്ട്. അവർക്ക് കേരളത്തിൽ ഓർഫനേജ് പ്രവർത്തനമുണ്ട്. അവർ ആണ്ടിപ്പറ്റി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവരെനിക്കൊരു വീട് എടുത്തു തന്നു. അവരുടെ കെയർ ഓഫിൽ ദൈവവേല ചെയ്യുവാൻ ദൈവം സഹായം ചെയ്തു. എന്നാൽ ആ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ജോലിക്കാർ ഒരു കുടുംബം പ്രശ്നം ഉണ്ടാക്കി പോയതോടുകൂടി ആ കുഞ്ഞിനെ കാണാതെ വന്നപ്പോൾ അതിന്റെ ഭാരാവാഹികൾ എന്നോട് പറഞ്ഞു, ഗോഡ്സെ സാർ, സാം സാറ്, എലന്തൂർ തെക്കേത്തി ഹൗസിലുള്ള സാം സാർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് തരാന്ന് പറഞ്ഞു. കേരളത്തിൽ പല സ്ഥലങ്ങളായിട്ട് പല ദേവദാസന്മാരോട് പറഞ്ഞു വെച്ചു. അങ്ങനെ കോഴിക്കോട് സ്വദേശിയായ കൂമ്പാര സഭ അംഗമായ ബീന എന്ന സഹോദരി പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കൽ സഭയിൽ സ്ഥാനപ്പെട്ടു. ആ മുണ്ടുകോട്ടയ്ക്കൽ വീട്ടിൽ സജി ജേക്കബ് അവരുടെ വീട്ടിൽ ആന്റി അവരുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ എനിക്ക് ഭാര്യയായിട്ട് സ്വീകരിപ്പാൻ ഇത് മുഖാന്തരം ദൈവം സഹായിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോഴാണ് ഈ ദയാവികാർ ഓർഫനേജുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അവരെ വിട്ട് മാറി. ഞാൻ ഒറ്റയ്ക്ക് ദൈവവേല ചെയ്യാൻ തീരുമാനിച്ചു. ദൈവം സഹായിച്ചു, ദൈവം നടത്തി. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമല്ല കൂട്ടും. അങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങി തിരിഞ്ഞ് ദൈവത്തിന്റെ മക്കൾ ഒരുപാട്. കാരണം അന്ന് ഒരു 20 വർഷത്തിന് മുമ്പ് പറഞ്ഞ ആണ്ടിപ്പെട്ടി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥലമായതുകൊണ്ട് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാതെ ഒരുപാട് മലയാളി പിള്ളേർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സഭക്കാർ, പ്രത്യേകിച്ച് മൂവാറ്റുപുഴയിലെ ബെന്നറ്റ് ചാക്കോ എന്ന് പറഞ്ഞ സഹോദരൻ, അവരൊക്കെ ആ കുടുംബമൊക്കെ എനിക്ക് വളരെ സഹായകരമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ സ്ഥലം വാങ്ങുവാനോ ചെറിയൊരു വീട് വയ്ക്കുവാണ്. വീട്ടിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഹാൾ, ഇപ്പൊ നമ്മൾ കാണുന്ന ഹാൾ 9x18 ഒരു ചെറിയ ഹാളാണ്. വലിയ സ്ഥലമുണ്ട്, ഹോളൊക്കെ അയക്കുന്ന ആഗ്രഹമുണ്ട്. ദൈവം വഴി തുറക്കും എന്ന വിശ്വാസത്തിൽ ഒരു ചെറിയ കുടിയുറവുണ്ട്. 15, 13, 14 ഫാമിലി ഉണ്ട്. 30-35 ബിലീവേഴ്സ് ഉണ്ട്.
എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത മോള് ആഷ്ലി പീറ്ററാണ്. അവൾ അക്കുപ്രഷർ നാച്ചുറൽ ട്രീറ്റ്മെന്റിന്റെ ആളാണ്. പഠിച്ചു കഴിഞ്ഞു. ഇവിടെ വില്ലേജിൽ ഞാൻ പോകാൻ പറ്റാതെ, ദൈവദാസന്മാർ കൂടെ പോകാൻ പറ്റാതെ വില്ലേജുകളിൽ അവൾ കടന്നു ചെന്ന് പാവപ്പെട്ടവർക്ക് നാച്ചുറൽ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, ചിലർ പൈസ തരും, ചിലർ തരികയില്ല. പാവപ്പെട്ടവരാ, കുഴപ്പമൊന്നുമില്ല. അവരോട് 2 വാക്ക് സംസാരിക്കാൻ ഒരു സന്ദർഭം കിട്ടിയല്ലോ എന്ന് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദാസിയാണ്. അവളോർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ജേർണലിസം കൂടെ പഠിക്കുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ പോയാലേ, മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. കാരണം പബ്ലിക്കായിട്ട് ഇറങ്ങി തിരിച്ച് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടേക്ക്. തമിഴന്മാർ പറഞ്ഞാലും തമിഴ് ആൾക്കാർ പറഞ്ഞാലും ജാതി അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. ഒவ்வொரு വില്ലേജിലും ഒவ்வொரு ജാതിക്കാരാണ്. ഒരു വില്ലേജിൽ പോയാൽ നായന്മാര്, ഒരു വില്ലേജിൽ പോയാൽ പിള്ളമാര്, ഒരു വില്ലേജിൽ പോയാൽ ബ്രാഹ്മണന്മാര്, ഒരു വില്ലേജിൽ പോയാൽ പല ജാതി അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടി നമുക്ക് ഇറങ്ങി തിരിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. പിന്നെ ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ബൈബിളെ കണ്ടാൽ തന്നെ അവർക്ക് ഭയങ്കര ഒരു വിഷമം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തനങ്ങളെ കുറിച്ച് സുവിശേഷീകരണം. ജനങ്ങൾക്ക് എന്ത് ആവശ്യമാണ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ എവിടെ വേണമെങ്കിലും പോകാൻ മടിയില്ലാതെ ഒരു ജീവിതമാണ്. എനിക്ക് 2ാമത് മോളുണ്ട്. ഞാൻ നിയമം പഠിച്ച ആളാണ്. നിയമം പഠിച്ചെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പഠിച്ച ആളാണ്. അത് പഠിച്ചിട്ടാണ്, അതിന്റെ കെയർ-ഓഫിലാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. സുപ്രീം കോടതി വരെ പോവാണ്. അവിടുത്തെ ജഡ്ജി വരെ നമ്മളെ വിളിച്ചു ആശംസകൾ പറയുവാനോ പ്രോത്സാഹിക്കാനോ. ദൈവമക്കളാണ്, അല്ലാതെ പ്രജാതി. പുറമക്കളും ഉണ്ട്. കാരണം നമ്മുടെ പ്രവർത്തനം അങ്ങനെയാണ്. നമ്മുടെ MLA ആയാലും MP ആയാലും കളക്ടർ ആയാലും SB ആയാലും ഏത് ഓഫീസിൽ പോയാലും നമുക്ക് ഒരു ബഹുമാനമുണ്ട്. ദൈവദാസനല്ല, സാമൂഹിക പ്രവർത്തകന്റെ പേരിൽ. കാരണം അന്ന് രാജ്യത്തിന് വേണ്ടിയിട്ട് എതിരായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. കൊള്ളുക, തള്ളുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഏത് പാവപ്പെട്ടവരെ കണ്ടാലും, തെണ്ടിത്തിരിയുന്ന കണ്ടാലും അവർക്ക് എന്തെങ്കിലും ചെയ്യുക ഒരു ഉദ്ദേശത്താണ്. എനിക്ക് 2ാമത് മോളുണ്ട്. അവളിപ്പോൾ ലാ കോളേജിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് 3ാമത് ഒരു മോനുണ്ട്. അവൻ 7ൽ പഠിക്കുന്നുണ്ട്. അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വളരെ. കാരണം അങ്ങനെ നാച്ചുറൽ ട്രീറ്റ്മെന്റ് 15 വർഷമായി. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിക്കില്ല, ഗുളിക കഴിക്കില്ല, ഇഞ്ചക്ഷൻ എടുക്കില്ല. ഞങ്ങൾ പഠിച്ചത് നാച്ചുറൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഉപരി എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. കാരണം ഇത് സ്റ്റേജിൽ കയറി പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അത് ജീവിതത്തിൽ അഭ്യസിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണ്. കാരണം എനിക്ക് കിട്ടുന്ന ഒவ்வொரு രൂപയും വളരെ വിലയുള്ളതാണ്. കാരണം എത്രയോ ദൈവദാസൻ വെളിയിലും ഉള്ളിലും അവരുടെ അധ്വാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അത് സൊസൈറ്റി ആയിക്കട്ടെ, ട്രസ്റ്റ് ആയിക്കട്ടെ, വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് 1 പൈസ പോലും വെറുതെ ചെലവാക്കണം. ആരെങ്കിലും മനുഷ്യർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടും, അല്ലാതെ മരുന്ന് കഴിക്കണം. അതുകൊണ്ട് ശരീരത്തിൽ ക്ലേശങ്ങളില്ല, ഒരുപാട് പ്രശ്നം. എന്നാലും ദൈവം ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബ സഭയിൽ ഒരുപാട് പേര് അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് 2 രീതിയിലുള്ള പ്രവർത്തനമാണ്. ഒന്ന് ലാ, നിയമം. ഒന്ന് മെഡിക്കൽ, മരുന്നില്ല, നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഏത് രോഗവും, ഏത് ക്ഷീണക്കാരായാലും, ഏത് രോഗക്കാരായാലും അവർക്ക് ആശ്വാസം പറയണം. കാരണം എൻ്റെ മോൾ അതാ പഠിച്ചിരിക്കുന്നു. അങ്ങനെ 2 മക്കളെയും കൊടുത്തിട്ട് 3ാമത് മോനെന്ന് പറഞ്ഞാൽ അവന് വീട്ടിൽ ജനിച്ചവനാ. സ്കാൻ എടുത്തിട്ടില്ല, എക്സ്റേ എടുത്തിട്ടില്ല, ഒരു ഗുളിക കൊടുത്തിട്ടില്ല, ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, ഒരു മരുന്ന് കൊടുത്തിട്ടില്ല. ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതെ വരും. ദൈവത്തിലാശ. കാരണം എൻ്റെ ദൈവം ജീവിക്കുന്നു എന്നോ നമ്മളത് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ അത് ജീവിതത്തിൽ അഭ്യാസം. കാരണം ഇതിനേക്കാൾ ഒരുപാട് കഷ്ടത്തിലാണ് മുന്നോട്ട് പോയത് പണ്ടൊക്കെ. കൊടുവണങ്ങളിലും അത് മേടി അളഞ്ഞ് തിരിഞ്ഞ് ഒരു നേരം ആഹാരത്തിന് വേണ്ടിയിട്ട്, ഒരു കൈ ആഹാരത്തിന് വേണ്ടിയിട്ട്, ഒരു ചെറിയ ഒരു വസ്ത്രത്തിന് വേണ്ടിയിട്ട് കടന്ന കാലങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ദൈവം ഇന്ന് എന്നെ പോറ്റുന്നു, പുലർത്തുന്നു, നടത്തുന്നു. അതിനോട് ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് ആ ദൈവത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ പിമ്പിൽ നടക്കുന്നത് എൻ്റെ ദൈവം വാഴുന്നു പറയുന്നത് എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഈ കാൽവരി നാദം പാറാവായി ഒരുക്കി തന്നെ നല്ല അവസരത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു.
ഒരുപാട് കഷ്ടങ്ങളും കണ്ണീരും പ്രശ്നങ്ങളും പ്രതികളും ഉണ്ടെങ്കിലും എൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട്. എൻ്റെ 3 മക്കളെ ഓർത്ത്, കാരണം മൂന്ന് നിലയിലാണ് ദൈവത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് കുടുംബമായിട്ട് ഈ അന്യദേശത്തിൽ പരദേശിയായി ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ഭാവി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവദാസന്മാർക്കും പഠിപ്പിക്കുക വീട്ടിൽ നിന്ന്, പിന്നെ മെഡിസിൻ പഠിപ്പിക്കുക, ഏത് ട്രീറ്റ്മെന്റും കൊടുക്കാനായിട്ട് ഞങ്ങള് ഞാൻ ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. മെഡിസിൻ ഇല്ലാതെ എങ്ങനെയാ ജീവിക്കാൻ പറ്റും. തമിഴിലാണ്, മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടില്ല. ദൈവം അനുവദിച്ചാൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ ലോ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ള വേറെ എല്ലാം വീട്ടിൽ നിന്ന് പഠിച്ച കാര്യങ്ങള്. കാരണം ഞാന് പൂർണ്ണ ആധാരത്തിന് മാറില്ല നടന്ന കാലങ്ങൾ മാറി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ കല്യാണം കഴിച്ചത് കേരളത്തിലാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടത് കേരളത്തിലാണ്. അപ്പൊ കേരളമായിട്ടാണ് കൂടുതൽ ബന്ധം. അതുകൊണ്ട് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ കഴിക്കുന്ന ഒരു പിടിത്തം കാണിയത്. കാരണം എല്ലാ രീതിയിലുള്ള ഭക്ഷണവും കിട്ടും. അടിച്ച് തകർത്ത് 82 kg ആയി. ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. ഹാർട്ടിന്റെ പ്രോബ്ലം, വെരിക്കോസ്, ദഹനക്കേട്, ഇങ്ങനെ പല പ്രശ്നമായിട്ട് മുന്നോട്ട് പോയി. കാണുന്നവരൊക്കെ ആശ്വാസം പറയുന്നതിനേക്കാൾ ഉപരി പേടിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അയ്യോ സഹോദര 10 അല്ലേ, അപ്പൊ സംഗതി 10 അന്ന് 35 40 വയസ്സായില്ല. അപ്പൊ സംഗതി കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോഴാണ് ഈ അക്കുപഞ്ചർ ട്രീറ്റ്മെന്റ് പോയപ്പോൾ അവരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മനുഷ്യൻ ജീവിക്കേണ്ട രീതി, ഭക്ഷണം കഴിക്കേണ്ട രീതി, നടക്കേണ്ട രീതി, ഇരിക്കേണ്ട രീതി. പിന്നെ നമ്മള് ദൈവമക്കള് അങ്ങനെയൊക്കെ ഈ തൊടുന്ന ഈ നാടിപ്പിടിത്തം ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യുന്നത് ശരിയാണോ? ഒക്കെ ഒരു അവിശ്വാസം. അപ്പോഴാണ് വചനം വായിക്കാൻ തോന്നുന്നത്. ദൈവമേ എന്നെ കാണിക്കുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് വാക്യങ്ങളാണ് കിട്ടി. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ ഭാവിയിൽ അതൊക്കെ ഒരു പുസ്തകങ്ങളായിട്ട് മാറ്റും. ശരി, നിയമം, ഒരു ദൈവദാസൻ നിയമം പറഞ്ഞ് നടക്കുന്നത് ശരിയാണോ? അത് ദൈവം പറഞ്ഞിട്ടുണ്ട്. വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് വാക്യങ്ങളാണ് ദൈവത്തിൽ ആശ്രയിച്ച് കിട്ടിയത്. അതിൽ ചില വാക്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. നേരത്തെ ഒരു മാസികയ്ക്ക് ഇറക്കിയായിരുന്നു. പക്ഷെ ഇപ്പോ മാസികയില് യൂട്യൂബ് ചാനലാണ് ക്രിസ്ത്യൻ ലോ വേൾഡ്, ബൈബിളും ലോവും. പിന്നെ ലോക മനുഷ്യന് വേണ്ടിയിട്ട് ലോ വേൾഡ്, ഓൺലി ഇന്ത്യൻ നിയമം എന്താ പറയുന്നത്. എല്ലാ വീട്ടിൽ നിന്ന് പഠിച്ചത്. ഇപ്പോഴാണ് എന്റെ മക്കളൊക്കെ പഠിക്കുന്നത്. ഒരാള് ലോ പഠിക്കുന്നു, ഒരാള് മെഡിസിൻ പഠിക്കുന്നു. മെഡിസിൻ ഇല്ലാതെ ഏത് രോഗത്തിനും, ചുമ തൊട്ട് ഈഡ്സ് വരെ ഏത് രോഗമായാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്താൽ മാറ്റാൻ പറ്റുന്നു. ആ രോഗം ആ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറ്റുന്നില്ല. ദൈവവചനം അതുപോലെ ഒന്ന് ശക്തനായിട്ട് ചില വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നു. അവന്റെ വാക്ക് കേൾക്കണം. 25, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ശരി, പഴയ നിയമത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കാണും. പുതിയ നിയമത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് കേട്ടാൽ മർക്കോസിന്റെ പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ എന്ത് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞ് ദൈവം തന്റെ സഹോദരന്മാരെ, തന്റെ ദാസന്മാരെ അയച്ചു. എന്നാൽ അന്നും കുറെ പേർ ഉണ്ടായിരുന്നു ഈ വിശ്വാസം ഇല്ലാതെ വിശ്വാസം ജീവിക്കുന്നു. 13 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ച് അവരുടെ വാക്ക് അവര് വിശ്വസിച്ചില്ല. പിന്നീട് ഒരിക്കൽ 11 പേർ
ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നവനായി കണ്ടവരോടെ വാക്ക് വിശ്വസിക്കാതാകിയാൽ അവരോട് അവിശ്വാസത്തെയും ഹൃദയ കഠിനത്തെയും സാക്ഷിച്ചു. പിന്നെ അവർ അവരോട്, നിങ്ങൾ ലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിപ്പിക്കും. ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത ഒരു വലിയ ഒരു കൽപ്പനയാണ്. വിശ്വസിക്കുകയും സ്ഥാനം വെക്കുകയും. അത് മാത്രമല്ല, എന്തും ചെയ്യാൻ, കാരണം എന്തും ചെയ്യാൻ മടിയില്ലാതെ തന്റെ മക്കൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ഈ നിയമം നമുക്ക് പറയാവോ, ദൈവദാസന്മാർ പറയാവോ? ഇല്ല, ദൈവമക്കൾക്ക് ഒരുപാട് വാക്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു 2-3 വാക്യം മാത്രം ഞാൻ വായിക്കാൻ അയക്കുന്നത്. നമ്മുടെ ദൈവം സർവ്വഭൂമിക്ക് ന്യായാധിപതിയാകുന്നു. 2 രാജാക്കളുടെ പുസ്തകം നമ്മൾ 22:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 22:8 ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെടുത്തിരിക്കുന്നു. ഈ നിയമം നമ്മൾ പ്രമാണം പറഞ്ഞു, നിയമം പറഞ്ഞു. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ എടുത്തു നോക്കിയാൽ എല്ലാം എവിടെയൊക്കെ പ്രമാണമുണ്ട്, എവിടെയൊക്കെ ന്യായപ്രമാണം വാക്കുകളുണ്ട്, അവിടെ എല്ലാം. മാത്രമല്ല, ഇപ്പൊ പാകിസ്ഥാനൊക്കെ ഒരു സുപ്രീം കോർട്ട് ഉണ്ട്, ഇന്ത്യക്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വ ലോകത്തിനും. ഉൽപ്പത്തി പുസ്തകം 18:25 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 18:25 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? എല്ലാവരും അവന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കേണ്ട സന്ദർഭം. ലോക ജഡ്ജിക്കും നമ്മുടെ ദൈവമായ ജഡ്ജിക്കും ഉള്ള വ്യത്യാസം, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഇന്ത്യയുടെ സുപ്രീം ജഡ്ജി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനിൽ ചെന്നിട്ട് പുള്ളിക്ക് വിധി എഴുതാൻ പറ്റിയില്ല. അതേപോലെ അവിടുത്തെ സുപ്രീം ജഡ്ജിക്ക് ഇവിടെ വന്നിട്ട് വിധി എഴുതാൻ വേണമെങ്കിൽ വരാ, ഗസ്റ്റായിട്ട് വരാ, ഒരു 2 ദിവസം താമസിക്കാൻ പോകാം, അല്ലാതെ ജഡ്ജി വിധി എഴുതാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ലോകത്തിന് മൊത്തം ഒറ്റ ജഡ്ജായിട്ട് അവൻ നിൽക്കും. മാത്രമല്ല, ലോക ജഡ്ജിക്കും നമ്മുടെ ദൈവങ്ങളുടെ വേറെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ള ജഡ്ജിക്ക് ജീവിക്കുന്നവരെ മാത്രം ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ശിക്ഷിക്കാൻ അവർക്ക് പറ്റിയില്ല, കാരണം അവർ മനുഷ്യരാ. ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടായി, തമിഴ്നാട്ടിൽ തന്നെ ജയലളിത പേരിൽ കേസ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു 3 പേരുണ്ടായിരുന്നു, മൊത്തം 4 പേരായിരുന്നു. ബാക്കി 3 പെട്ടെന്ന് ജയലളിത, മുൻ മുഖ്യമന്ത്രി ജയലളിത മരിച്ചു. ഇപ്പൊ ജഡ്ജി പറഞ്ഞു അവരെ കേസിൽ നിന്ന് പുറത്താക്കി. കാരണം മരിച്ച ആളെ ശിക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഞാൻ ഒരു സാല മനുഷ്യനാണ്. പക്ഷെ എന്റെ ദൈവം അങ്ങനെയല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 10:42 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല 10:42 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഇത് ലോകത്തിൽ പറയാനുള്ള കടപ്പാട് അന്ന് ശിഷ്യന്മാർക്കുണ്ടായത് ഇന്ന് നമുക്ക്. കാരണം എന്റെ ദൈവം സാധാരണ ദൈവമല്ല, വലിയവനാണ്. മരിച്ചവരെ വരെ ഉയർപ്പിക്കാൻ കഴിവും പ്രാപ്തിയുള്ള ദൈവമാണ്. അത് ലോകത്തിന്. ഇവിടെ നോക്കിയപ്പോ ജഡ്ജ്മെന്റ് ചെയ്യാൻ. അടുത്തത് നമ്മൾ വായിക്കുന്നു 2 തിമോഥെയോസ് 4:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 2 തിമോഥെയോസ് 4:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ദൈവത്തെയും ജീവികൾക്ക് മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെ സാക്ഷി വെച്ചു. ലോക ജഡ്ജിക്ക് ജീവിക്കുന്നവർ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ദൈവത്തിന് ജീവിക്കുന്നവർ മാത്രമല്ല, മരിച്ചവരെയും. നമ്മളെ വെളിപ്പാട് പുസ്തകം 20:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മരിച്ചവർ അകാലാവിധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നു കണ്ട് പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന വേറൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണോ മരിച്ചവർക്ക് അവരോട് പ്രവൃത്തികൾക്ക് തക്ക ന്യായവിധി ഉണ്ടായി. എങ്ങനെയുണ്ട് എന്റെ ദൈവത്തിന്റെ? പക്ഷെ ഇങ്ങനെയുള്ള ദൈവം, നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അവസാനം ഒരു വാക്യം കൂടി വായിക്കുന്നത്, ഭൂമിയിൽ ന്യായാധിമാരെ ഭയത്തോടെ യഹോവയെ. സങ്കീർത്തനം 2:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശവും സ്വീകരിപ്പിൻ, ഭയത്തോട് യഹോവയെ സേവിപ്പിൻ, വിരയലോട് ഘോഷിച്ച് ഉല്ലസി.
ലോകത്തിൽ അത്ര ജഡ്ജികൾ എന്റെ ദൈവത്തിന് മുമ്പിൽ, നമ്മുടെ ദൈവത്തിന് മുമ്പിൽ അവർ വിറയ്ക്കുന്നു, ഭയപ്പെടും. കാരണം ഇന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ടും ലോക നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ, വിധി മാറ്റാനുള്ളവർ മടിയില്ലാതെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ദൈവത്തിന് മുമ്പേ സ്വർഗത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ നീതിയോടെ ന്യായത്തോടെ വിധി എഴുതാൻ തയ്യാറായ ഒരു ദൈവമാണ്. മരിച്ചാൽ പിന്നെ എല്ലാം മാറുന്നുണ്ട്. മരിച്ചവരെയും ഏൽപ്പിച്ച് അവർക്കും അവരുടെ ലോകത്തിന് തക്ക ഒരു വിധി കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമുള്ള വാക്യങ്ങളാണ്. അതുപോലെ ഇവിടെയുള്ള ഇതേപോലെ ഒരു അടിയനെയോ അടിയുടെ കുടുംബത്തെയോ അടിയുടെ 3 മക്കളെയോ, അടിയൻ ഒരു 12-13 കുടുംബമുണ്ട്, 10-15 വിശ്വാസികളുണ്ട്. ഞങ്ങൾ ചെറിയ ഹാള് ഇതിന് ഫ്രണ്ടിൽ വെക്കാൻ താല്പര്യ സ്ഥലമുണ്ട്, ചെയ്യണം എല്ലാവരും കൂടി. കാരണം ഇവിടെ സൗകര്യങ്ങൾ കുറവായിരിക്കുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് എൻ്റെ ദൈവവും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിഷമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഭാവിയിൽ ദൈവം അനുവദിച്ചാൽ ആദ്യം ഇവിടുന്ന് തുടങ്ങണം. ദൈവ മക്കൾക്ക് രോഗത്തെ കുറിച്ചോ അതേപോലെ പുറജാതിയുടെ ഇടയിൽ നിയമങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ആദ്യം. കാരണം വചനം പഠിപ്പിക്കാൻ നല്ല കാര്യം, പക്ഷെ അതേപോലെ നമ്മുടെ നിയമം ഈ ലോകത്തിൽ. കാരണം ഈ ആദ്യത്തെ പുസ്തകം നമ്മൾ ഇതൊക്കെ എഴുതാനായിട്ടും ഞാൻ എഴുതിയ പുസ്തകങ്ങളും അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന് നോക്കിയപ്പോഴാണ് ഇന്ത്യക്ക് എങ്ങനെയാ ഈ നിയമപുസ്തകം അംബേദ്കർ എഴുതി എന്ന് അത് ചരിത്രം നോക്കിയപ്പോൾ അംബേദ്കർക്ക് ആ സ്ഥാനം കിട്ടിയപ്പോൾ പുള്ളി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും നിയമപുസ്തകങ്ങൾ കൊണ്ടുവന്ന് പുള്ളി വായിച്ചു. അതിൽ ഒരു 10 രാജ്യങ്ങൾ, അതിൽ 9 രാജ്യം ക്രിസ്തീയ രാജ്യങ്ങളുടെ നിയമപുസ്തകം. പിന്നെ അവർക്ക് എങ്ങനെ ഇത് കിട്ടി? ക്രിസ്തീയ രാജ്യത്തിന്റെ നിയമപുസ്തകം ആണ് അവരെ സഹായിച്ചു. അവർക്ക് എങ്ങനെ ഈ നിയമം ഇത്ര വ്യക്തമായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ യഹൂദന്മാരുടെ എഗിപ്ത്യരുടെ, പിന്നെ അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ യഹൂദന്മാർക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ മോശയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ദൈവം 10 കൽപ്പന, നമ്മള് അതുപോലെ 10 കമാൻഡേഴ്സ്. ഇങ്ങനെ ദൈവമാണ് ലോകത്തെ നിയമം പഠിപ്പിച്ചത്. ഏതാ ചെയ്യേണ്ടത്, ഏതാ ചെയ്യാൻ പാടില്ല, എന്താ കഴിക്കേണ്ടത്, എന്താ കഴിക്കാൻ പാടില്ല, എന്താ ചെയ്യും, എല്ലാ കാര്യം ലോകത്തിന്. കാരണം ഒരു മെഡിക്കൽ ബുക്കാണ്, ഒരു ലോ ബുക്കാണ്, ലോകത്തിന്റെ ആദ്യത്തെ ലോ ബുക്കാണ്. ഇത് പഠിച്ചാൽ മതി ഏത് രോഗത്തിനും പരിഹാരം ഉണ്ടാകും. ഇത് പഠിച്ചാൽ മതി ഏത് പ്രശ്നത്തിനും. പക്ഷെ അത് നമ്മൾ അറിയണല്ലോ. ഇതിന്റെ കൂടെയാണ് മറ്റു പുസ്തകങ്ങൾ. ഞങ്ങളുടെ ആള് ചെറിയ ആളാണ്, പക്ഷെ ചെയ്യുന്ന വൻകാര്യങ്ങൾ ദൈവത്തിൽ ആശ. കാരണം അതിന് പുറകെ ഒരുപാട് ദൈവദാസന്മാരെ കാരണം എന്നെ വളർത്തിയവരുണ്ട്. എന്നെ പുറത്തെ ദൈവമക്കൾ, എന്റെ കുടുംബക്കാരോ എന്റെ ചാർച്ചക്കാരല്ല, എന്റെ ആത്മീയപരമായിട്ട് എന്നെ വിശ്വാസം നയിച്ച ഒരുപാട് ദൈവദാസന്മാര്, ദൈവമക്കള്, അവരുടെ കണ്ണുനീരും അവരുടെ പ്രാർത്ഥനയും അവരുടെ സഹകരണവും അവരുടെ സഹായമാണ് ഈ ചെറിയ ഒരു മനുഷ്യൻ. സൈമൺ പീറ്റർ എന്ന് പറഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ, ആർക്കും തൊഴിലല്ലാതെ, ആരുടെ വാക്കും കേൾക്കാതെ എല്ലാവരും പേടിപ്പിച്ച് അരച്ച് നടന്ന് ജീവിതത്തിൽ മടുപ്പ് തോന്നി മരണം വരെ ചെന്ന് കടന്നു വന്നവന് ഈ നല്ല ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവമക്കൾ മുഖാന്തരം ഒരിക്കൽ. അതുകൊണ്ടാണ് അന്ന് ലോകത്തിന് വേണ്ടി ചാവേർപ്പടയിൽ എന്റെ പേര് കൊടുത്തത്. അതായത് ജീവിതകാലം മൊത്തം എനിക്ക് തോക്കുമായിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോവുക, ഏതെങ്കിലും ഒരു ടീമിനെ നശിപ്പിക്കുക, നമ്മളും ചാകുക, മൊത്തം വെടിയിട്ട് ഇവരോട് ചാവേർപ്പടയിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചു. ഇന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ തന്നെ മടിയാകും. ആണോ ഇന്ന് എന്റെ ദൈവം ജീവിക്കുന്നു. ഒരിക്കലും മരണത്തേക്ക് ദൈവം നമ്മളെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം ക്രിസ്തു എന്റെ ജീവനാണ്. എന്റെ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി എന്റെ ദൈവത്തെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി ചോദിക്കുക എപ്പോ വരും പറയാൻ പറ്റില്ല. വന്നാൽ ഇവിടെ കാണുക, വന്നില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ കാണുക. ലോകത്തിൽ ജീവിക്കുന്ന എത്രയോ എത്രയോ ദുഷ്പ്രവർത്തിക്കാർ ഇന്ന് ലോകത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാതെ ജീവിക്കുമ്പോൾ ഈ നല്ല ദൈവത്തിന് വേണ്ടി എനിക്ക് വേണ്ടിയിട്ട് അവസാനത്തിൽ ചോര വരെ
ഒഴിച്ചു കൊടുത്തതിന് എല്ലാ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് എന്റെ ദൈവം ജീവിക്കുന്നു. ഒരു മടിയില്ല. ഏത് മനുഷ്യനെ കാണണം, ഏത് ഭാഗത്തിൽ പോകണം, ഏത് കാര്യത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, ഏത് ഉദ്യോഗസ്ഥനെ കാണുവാണ് അവർക്ക് വേണ്ടിയിട്ട് പോകാൻ. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യണം? ലോകപരമായിട്ടുള്ള സമ്മാനങ്ങൾ വേണമെങ്കിൽ നമ്മൾ വേണ്ട, ജസ്റ്റ് ഞായറാഴ്ച നമ്മുടെ പ്രാർത്ഥന സമ്മതി. കാരണം ദൈവം എന്നെ സ്നേഹിച്ചു, ഞാൻ ആ സ്നേഹം ഈ പ്രവർത്തനം കൂടിയിട്ട് നിങ്ങളെ സ്നേഹിച്ചു. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് പൈസ വേണ്ട. കാരണം എന്റെ ദൈവം എന്നെ വളർത്തുന്ന ദൈവമുണ്ട്, എന്നെ പോറ്റുന്ന വളർത്തുന്ന ഒരു നല്ല ദൈവങ്ങളെ കൊണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് വന്നതല്ല, എന്റെ ദൈവത്തിന് വേണ്ടിയിട്ട്. കാരണം ചാകാൻ പോയ എന്നെ എന്റെ ദൈവവും ഇന്നും വളർത്തുന്നുണ്ട്. ആ ദൈവത്തെ നിങ്ങളൊന്ന് അറിയണം. ജസ്റ്റ് ഒരു ദിവസം ഒന്ന് പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഞാൻ സംഘടിപ്പിച്ചത്. അല്ലാതെ പരസ്യ പ്രവർത്തനമോ വൻ കൺവെൻഷനിലോ അങ്ങനെ ഒരു പ്രവർത്തനം കാരണം ചെയ്യാനും പറ്റിയില്ല. അപ്പൊ ചുമ്മാ ഭയങ്കരമായിട്ട് വീട്ടിൽ പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. കാരണം അത്ര ഞാൻ അതും ഇതും പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ ബോധിപ്പിച്ചാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷയമില്ല. മറ്റവർക്ക് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് ഒരു വിഷയമില്ല ദൈവത്തിന് ആശ്രയിച്ച്. കാരണം ഞാൻ സാമൂഹിക പ്രവർത്തനമായിട്ടാണ് ഈ പ്രദേശം മൊത്തം ഓടിത്തിരിഞ്ഞ് എന്റെ വില്ലേജിലാണ് എല്ലാ പാവപ്പെട്ടവർ. സാമ്പത്തിക പണ്ടാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരെ കാണാൻ അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരില്ല. കാരണം ഇഷ്ടംപോലെ കോളേജിലായി, പിള്ളേരൊക്കെ വേറെ സ്ഥലങ്ങളായിട്ട് പോയി അവരൊക്കെ പഠിച്ചു പോകാനായി പല സ്ഥലങ്ങളായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആ വലിയ പ്രവർത്തനം ഒന്നുമില്ല. ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്റെ ലോകത്തിൽ ചിലപ്പോൾ അതിന്റെ ബലം കിട്ടിയില്ലെങ്കിലും സ്വർഗത്തിൽ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള വിശ്വാസത്തോടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ എളിയനോട്, ഈ പാവപ്പെട്ടോട് സാക്ഷി കേൾപ്പാൻ ദേവദാസന്മാരെ ഒരുക്കി കൊടുത്ത നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഈ വലിയ പ്രവർത്തനത്തെ കുറിച്ച് ദൈവത്തെ നന്ദി പറയുന്നു. അടിയനെയും കുടുംബത്തെയും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തനം കൂടി സുവിശേഷിക്കേണ്ട ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന അടിയനോട് അടിയനെയും ആ പ്രവർത്തനം ഓർത്ത് പ്രാർത്ഥന അഭ്യർത്ഥി കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ശനിയാഴ്ചയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ശ്രീ കർത്തൃദാസൻ സൈമൺ പീറ്റർ ആണ്ടിപ്പട്ടിയിൽ നിന്ന് കേൾക്കുവാൻ ദൈവത്തിന് ഇടവരുത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് അല്പം കുറവായിരുന്നു, എത്ര മനസ്സിലായി കാണുമെന്നുള്ള എനിക്കറിയില്ല. എന്നിരുന്നാലും പ്രിയ കർത്തൃദാസൻ ജീവിതത്തിൽ അനുഭവിച്ച ആ പ്രയാസങ്ങൾ വളരെ അധികമാണ്. അതുമൂലം താൻ മരണത്തിന് വേണ്ടി താൻ കൊതിച്ചു. പല രീതിയിൽ മരിക്കുവാൻ ആഗ്രഹിച്ചിട്ടും അതെല്ലാം ഫെയിലിയറായി. അതിന്റെ ഉദ്ദേശം ദൈവത്തിന് ഈ കർത്തൃദാസനെ വേണമായിരുന്നു. അതുതന്നെയാണ് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് ഇടവരുത്തിയത്. മാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം കഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ താൻ അനുഭവിച്ചു. വേണ്ട രീതിയിലുള്ള ഒരു സ്നേഹം തനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ലോക ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ആത്മഹത്യക്ക് വേണ്ടി പ്രിയ സഹോദരൻ പരിശ്രമിച്ചത്. എന്നാൽ ദൈവം അത് അനുവദിക്കാത്തത് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി നമുക്ക് വേണ്ടി ദൈവം പ്രിയ സഹോദരനിൽ വെച്ചിരുന്നു. അതുകൊണ്ടാണ് അതിനൊന്നും ദൈവം അനുവദിക്കാറുണ്ട്. പ്രിയ കർത്തൃദാസൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിൽ ദൈവമക്കളുടെ സ്നേഹമാണ് തന്നെ വിശ്വാസത്തിലോട്ട് നയിച്ചത്. വിശ്വാസികൾ അന്യോന്യം സ്നേഹിക്കുന്നതും വിശ്വാസികൾ തന്നെ സ്നേഹിച്ച കാര്യങ്ങൾ തന്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അങ്ങനെയാണ് തൃശ്ശൂരിൽ എബനേസർ പ്രസിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെയുള്ള ദൈവമക്കളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ലഭിക്കുകയും ദൈവത്തിന്റെ വചനം ധാരാളം കേൾക്കുകയും ആ കർത്തൃദാസന്മാരുടെ സ്നേഹവും ആ സഹകരണം തന്നെ ഇത്രയും വലിയ ഒരു ദൈവവേലയ്ക്ക് വേണ്ടി തന്നെ അത് സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ വിധങ്ങളാണ് കർത്തൃദാസൻ പറഞ്ഞു. മാത്രമല്ല ജീവിതത്തിൽ നിരാശ വന്നപ്പോൾ എങ്ങനെയെങ്കിലും മരിക്കണം, ഒരു ചാവേറായിട്ട് മരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പ്രിയ കർത്തൃദാസൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പല കാര്യങ്ങളും ഇവിടെ പ്രിയ സഹോദരന് തുറന്നു പറയാൻ സാധിക്കത്തില്ല.
അതുപോലുള്ള കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ താൻ റെഡിയായിട്ടുള്ള കാര്യമാണ് താൻ അവസാനിപ്പിച്ചത്. വിശ്വാസത്തിന്റെ സ്നേഹമാണ് തന്നെ വിശ്വാസത്തിന് നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം അനുഭവിച്ചത് എന്നുള്ള ഓർത്ത് ദൈവത്തെ നമ്മൾ സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് നമുക്ക് വലിയൊരു പാഠമാണ്. നാം എവിടെയായിരുന്നാലും ദൈവമക്കളെന്ന പദവിയോടുകൂടി മറ്റുള്ളവരെ നാം സ്നേഹിക്കുവാനും അവരെ നമുക്ക് കരുതുവാനും ഇടവരുത്തണം. അതുകൊണ്ട് പലരെ നമുക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഇടവരുത്തി. പ്രിയ കർത്തദാസനോടുള്ള നന്ദിയും സ്നേഹത്തെയും കാൽവരിനാഥ മനുഷ്യരുടെ ബന്ധത്തിൽ ഈ സമയത്ത് അറിയിക്കുകയാണ്. നാം കേട്ടതുപോലെ 3 മക്കളുണ്ട്. നല്ല രീതിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. സൗകര്യം നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ആണ്ടിപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഒരു കാലത്ത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ജയിച്ച് ഒരു മണ്ഡലമാണ്. അവിടെ നിന്നാണ് മുഖ്യമന്ത്രിയായിട്ട് പോയത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ആരോട് ചോദിച്ചെന്ന് പറഞ്ഞാലും ഈ മണ്ഡലം അറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ആ സ്ഥലം തന്നെ താൻ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ഉദ്ദേശമാണ് എന്നുള്ള കാര്യമാണ് ദൈവത്തിൽ പറഞ്ഞത്. പ്രിയ സഹോദരൻ കുടുംബത്തിൽ നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ പാടുവാൻ തക്കണം. പ്രിയ സഹോദരൻ ജെയിംസ് കൊടുത്തലെ ഇന്ന് ദൈവം ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. കാൽവരിനാഥ മനുഷ്യരുടെ ബന്ധത്തിൽ പ്രിയ സഹോദരനോടും ടീമിനോടും ഞങ്ങളുടെ സ്നേഹത്തെ നന്ദി അറിയിക്കുകയാണ്. അനേക സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഈ മിനിസ്ട്രിയിൽ പ്രാർത്ഥിക്കണം. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സന്തോഷ് സഹോദരനെയും കുടുംബത്തെയും ഈ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നു. അതിനായിട്ട് കൊടുങ്ങല്ലൂർ കർത്താവിന്റെ വേല ചെയ്യുന്ന സഹോദരൻ ഷിബു അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുന്നവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു രാത്രി കൂടെ കർത്താവെ ഞങ്ങൾക്ക് തിരുവചനത്തിന് മുമ്പാകിരിക്കുവാനും അനുഗ്രഹീതമായ സാക്ഷ്യം കേൾക്കുവാനും ആത്മീയ കൂട്ടായ്മ അനുഭവിക്കാനെന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷ കർത്താവെ, കാൽവരിനാഥ മിനിസ്ട്രിയുടെ ഇന്നത്തെ പ്രോഗ്രാം വളരെ അനുഗ്രഹപ്രദമായിട്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ കാലാവസ്ഥ അനുകൂലമായി ഞങ്ങൾക്ക് ലഭിച്ചത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് ചുരുക്കം ചിലരാണെങ്കിലും കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഈ അതിമനോഹരമായ പ്രോഗ്രാമിനായിട്ട് സ്തോത്രം. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന സന്തോഷപ്രദനായിട്ടും റോയിച്ചാനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ അധ്വാനം, കൂട്ടുസഹോദരന്മാരുടെ അധ്വാനം കർത്താവ് ഈ ശുശ്രൂഷയിൽ ഇനി അവിടെ കർത്താവ് ഇത്രത്തോളം അവരെ ബലപ്പെടുത്തി നടത്തുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓർത്ത പോലെ കർത്താവ് പലപ്പോഴും ഈ പ്രോഗ്രാമിൽ ധാരാളം പാട്ടുകൾ പാടുവാനായിട്ട് ജെയിംസ് സ്റ്റാനെ പല വേദികളിലും നീ കാണുന്നു, കൊണ്ടുവരുന്നു. ഈ ഭാഗത്തും കർത്താവെ നിന്റെ ദാസനെ നീ ഉപയോഗിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുന്നു എന്ന് മാത്രമല്ല അതിന്റെ പശ്ചാത്തലങ്ങളും അർത്ഥങ്ങളും കർത്താവെ വിവരിച്ചു തരുവാനായിട്ട് നിന്റെ മകൻ സമയം കണ്ടെത്തുന്നു. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകനെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് കർത്താവെ ഇനിയും അനേക സ്റ്റേജുകളിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. സൈമൺ പീറ്റർ സാറിനോട് സ്തുതിക്കുന്നു. കർത്താവെ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നു, സിംഹഭാഗവും അവിടെ ആയിരുന്നു. പിന്നീട് കേരളത്തിലെത്തി. പിന്നെ കർത്താവെ ഒരു കേരളീയനെ പോലെ ജീവിച്ചു. ഇതിനിടയിൽ ഉണ്ടായതായിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നീ അവിടെ അറിയുന്നല്ലോ. ഞങ്ങൾക്ക് കർത്താവെ ആ സാക്ഷ്യം വലിയ പ്രചോദനമാണ്. ഒരു യുവാവിന്റെ ജീവിതത്തിൽ കർത്താവെ സംഭവിക്കാവുന്നതും സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിക്കേണ്ടതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ കർത്താവെ എല്ലാം ഒത്തൊരുമിച്ച് നിന്റെ മകനിൽ സംഭവിച്ചു എന്നുള്ളതാണ്. വളരെ ചെറുപ്പത്തിൽ അനാഥമായി, മാതാവ് നഷ്ടപ്പെട്ടവനായി, സ്നേഹമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി, തെരുവുകളിൽ കർത്താവെ അന്തി ഉറങ്ങേണ്ട ഗതികേടിലേക്ക് വന്നു. ഒരു പ്രതീക്ഷയും സാധാരണ ആളുകൾക്കില്ലാത്ത അവസ്ഥയിലൂടെ പോയി. എങ്കിലും ദൈവം കൈവിടാതെ ഇത്രത്തോളം ഉയർത്തി ഒരു മനോഹരമായ ഉന്നത സ്ഥാനത്ത് കർത്താവെ നിന്റെ മകനെ ഇരുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ലോകത്തെ ഏത് സ്ഥാനത്തേക്കാൾ അധികമായി അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകൻ എന്ന പദവിയിലേക്ക് കർത്താവ് നിന്റെ മകനെ കൊണ്ടുവന്നു. ഞങ്ങൾ ഓർത്ത പോലെ കർത്താവ് ഒരു കുടുംബം എന്ന ആ അവസ്ഥയിലേക്ക് വരുവാനൊന്നും യാതൊരു വിധമായിരിക്കുന്ന മാനുഷികമായ യോഗ്യതയും കർത്താവെ ആളുകൾ കൽപ്പിക്കാതിരിക്കുമ്പോൾ
ദൈവ മക്കളുടെ സ്നേഹം തന്നെ ദൈവസ്നേഹത്തിലേക്കും ദൈവഭവനത്തിലേക്കും ആത്മരക്ഷയിലേക്കും കൊണ്ടുവരുവാനും അതിനുശേഷം കർത്താവെ കുടുംബമായി ജീവിപ്പാനും മക്കളും ആയിട്ട് ജീവിപ്പാനും ഒക്കെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് അതിമനോഹരമായി കർത്താവെ നിന്നെ സാക്ഷിപ്പാൻ, അതിന്റെ റിസൾട്ട് ഇപ്പോൾ അല്ല, ഞങ്ങൾക്ക് സ്വർഗത്തിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ നിന്റെ മകനെ കർത്താവ് നീ ഒരുക്കി കൊണ്ടുവന്ന അതിമനോഹരമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. ആ സാക്ഷ്യം ഞങ്ങൾക്കും ഒരു വലിയ അനുഗ്രഹവും വെല്ലുവിളിയുമായി നിൽക്കുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സഹായിച്ച ആ എല്ലാ കൃപകളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ മകനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറിയ സഭയെയും ആ സ്ഥലത്തുള്ള വേലയെയും കർത്താവ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച് സഹായിക്കുമാറാകണം. ഇത്രത്തോളം ഞങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കും ദയയ്ക്കും വിശ്വസ്തയ്ക്കും മറ്റു സ്തോത്രം. ഇനിയും നീ അനുവദിച്ചാൽ ആഴ്ചകൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് ഈ മിനിസ്റ്ററി മുമ്പോട്ട് കൊണ്ടുപോകണം. അതല്ല കർത്താവ് നീ വന്നാൽ ആമേൻ കർത്താവെ വേഗം വരണം എന്നുള്ള ആത്മാർത്ഥ ആഗ്രഹത്തോടുകൂടി ജീവിപ്പാൻ നീ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ കർത്താവെ ചാവേറാകാൻ ആഗ്രഹിച്ചെങ്കിൽ ഇപ്പോൾ കർത്താവിന്റെ സന്നിധി കർത്താവെ ആ നിലയിൽ ഒരു ചാവേറായി ജീവിപ്പാൻ നിന്റെ മകനെ ഉയർത്തിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. ആ നിലയിൽ കർത്താവെ ഞങ്ങൾ എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി കർത്താവ് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി എന്ന് പറയുവാനായിട്ട്, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി എന്ന് പറയുവാൻ ഞങ്ങളെ നീ ധൈര്യപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിധന്യമായ നാം ചോദിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും കടാക്ഷവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഇപ്പോഴും എപ്പോഴും നമ്മുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.